Guys, namaste. Welcome to Malibro once again. കേരളത്തിലെ ഉദ്യോഗസ്ഥരെ അനാസ്ഥ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു അപകടം. അതിപ്പോൾ മന്ത്രിനെ നേരിട്ട് കുറ്റപ്പെടുത്താനോ അല്ലെ ഭരിക്കുന്ന പാർട്ടിയെ കുറ്റപ്പെടുത്താനോ നമ്മൾ തയ്യാറല്ല കേട്ടോ. ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെ അനാസ്ഥ കൊണ്ടുണ്ടായിട്ടുള്ളൊരു അപകടമാണ് ഇന്ന് നമ്മുടെ തുരങ്ക പാതയുടെ ചുറ്റുവട്ടത്തായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുകൾ ശക്തമായ മഴയിൽ ചെറിയ രീതിയിലുള്ള ലാൻഡ്സ്കേഡോട് കൂടിയിട്ട് ഒലിച്ചു വന്നിട്ടുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഉദ്യോഗസ്ഥ വിഭാഗമാണ്. പിന്നെ മന്ത്രി പറഞ്ഞതുപോലെ അതൊക്കെ കഴിഞ്ഞ മുന്നേ സർക്കാരാണ് ചെയ്തു വെച്ചത്. അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണെന്ന് ചോദ്യം അവിടെ വരും. നിങ്ങൾ അധികാരത്തിൽ കയറിക്കിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ്. ഓക്കെ, അല്ലാതെ എല്ലാം മുൻ സർക്കാരിൻ്റെ തലയിൽ കെച്ചു വിട്ടാണെങ്കിൽ നിങ്ങളിൽ നിന്ന് അവിടെ ജനം ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആരോഗ്യ മേഖലയാണെങ്കിലും PW ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പാണെങ്കിലും പൊതുവിവരണ വകുപ്പാണെങ്കിലും റേഷൻ കടയിൽ സാധനം ഇല്ലെങ്കിലും AI ക്യാമറ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും തുറമുഖ മാർഗം വിട്ടു കഴിഞ്ഞാലും ഇതെല്ലാം നിങ്ങൾ മുൻ സർക്കാർ എന്നിട്ട് ഒഴിഞ്ഞു മാറല്ലേ. പിന്നെ കേരളത്തിൻ്റെ മാധ്യമപ്രവർത്തകർക്ക് പിന്നെ കാര്യമായിട്ട് ഇതിനകത്ത് റോളൊന്നുമില്ല. അവർ എന്താ പറയുക, അന്വേഷണാത്മകമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമൊന്നും നടത്തുന്നില്ല. പോലും എടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ പുറകെ നടക്കുക, രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നത് കേൾക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വിരോധം പകർത്തി, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയായിട്ടുള്ളൊരു പ്രൈവറ്റ് ബസ്സാണെങ്കിലും അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സാണെങ്കിലും ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 മുതൽ 45 അല്ലെങ്കിൽ മാക്സിമം 60 പേര്. KSRTC ബസ് ഓർഡിനറി ബസ് സർവീസ്, KSRTCൻ്റെ ഓർഡിനറി ബസ് സർവീസ്, കാലപ്പഴക്കം ചെന്ന പഴയ ബസ്സുകളാണ് കൂടുതലായിട്ട് കേരളത്തിലുള്ളത്. AC ബസ്സോ ലക്ഷറി ബസ്സോ ഒന്നും കേരളത്തിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ ബസ്സിനകത്ത് ഒരു വിഭാഗം ബസ്സുകളിലൊക്കെ 40 മുതൽ 80 പേര് വരെ യാത്ര ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഭൂരിഭാഗം നമ്മുടെ സഹോദരികളാണ്, അമ്മമാരാണ്, ഓഫീസിൽ പോകുന്നവരാണ്, സാധാരണപ്പെട്ടവരാണ്. മഴയാണ്, റോഡ് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോടും കൂടി പറയാണ്, അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേ ഗവൺമെൻറ്, ഇതേ ഉദ്യോഗസ്ഥന്മാർ പറയും, അത് പിണറായി വിജയൻ പുതിയ ബസ് തരാത്തതുകൊണ്ടല്ലേ പഴയ ഓർഡിനറി ബസ്സിൽ ഞങ്ങൾ ആൾക്കാരെ കുത്തി നിറച്ച് പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് കുറേ പേര് പോയത്. അപ്പോൾ അപകടങ്ങൾ വരുന്നതിന് മുമ്പ് മുൻകരുതൽ എന്നുള്ള രീതിയിൽ KSRTC ബസ്, ഓർഡിനറി ബസ് വളരെ പഴക്കം കൂടിയ ബസ്സാണ്. ഓരോ റൂട്ടിലും 80 പേര്, 100 പേര്, 120 പേരൊക്കെ പ്രിയദർശിനി എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിവെച്ച് നടക്കുന്നുണ്ട്. അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് മുൻകരുതലെടുക്കുക. കാരണം ചെറുതായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് അനുഭവമുള്ള വ്യക്തികളാണ് നമ്മൾ. ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ മാധ്യമങ്ങളും ഈ ഭരിക്കുന്ന ഒരു ആത്മാർത്ഥമില്ലാത്ത നാട്ടുകാരെ പൂക്കിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മുൻ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവർ രക്ഷപ്പെടും. അതിന് തലോടൽ നൽകാൻ ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാണ്. ഓക്കെ, കാരണം UDFനും ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റിനും മാധ്യമങ്ങൾ പ്രത്യേകമായിട്ടുള്ളൊരു ഔദാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ സുരക്ഷയും കൂടെ ജനങ്ങൾ തന്നെ നേതൃത്വം കൊടുത്ത് സംരക്ഷണം നൽകണമെന്ന് അഭ്യർത്ഥിക്കും.